പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യം. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രിയ മക്കളെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഹാലലൂയ. 5-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹാലലൂയ, ശൂന്യതകൾ അറിഞ്ഞ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്ന നല്ലൊരു ദൈവത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്. അവൻ ഗെന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരും ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോടെ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, നോക്കൂ. ഹാലലുയ. കർത്താപ്പച്ചൻ്റെ വാക്കനുസരിച്ചാൽ ഹാലലുയ ക്ഷമയോടെ നമ്മൾ ഹാലലി നോക്കൂ. ശീമോനുള്ളതായ ഹാലലിയ പടകിൽ കർത്താപ്പച്ചന് കയറണമെങ്കിൽ അവിടെ അനേക പടകുകൾ കാണും. പക്ഷേ ശീമോന്റെ പടകിൽ ഹാലലി നമ്മുടെ ഹൃദയം അറിയുന്നത്, നമ്മുടെ മനസ്സറിയുന്നത് നമ്മുടെ കർത്താവാണ്. ഹാലലിയ. അനേക പടകുകൾ അവിടെ ഉണ്ടായിട്ടും ശീമോന്റെ പടക് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? നോക്കൂ പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഹല്ലേലൂയ, നമ്മുടെ കൂട്ടുജീവിതങ്ങൾ അനേകർ നമ്മുടെ അടുക്കലൊക്കെ ഉണ്ട്, നമ്മുടെ അരികിലൊക്കെ ഉണ്ട്, നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. എങ്കിലും അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ നമ്മെ ഓരോരുത്തരെയും എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? യേശു അപ്പൻ ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ശീമോൻ പത്രോസ് രാത്രി മുഴുവനും അവിടെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയോടെ ആയിരിക്കുന്ന സമയത്താണ് അപ്പച്ചൻ ഹാലലൂയ ശീമോന്റെ പടകിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. ഹാലേലുയ. അപ്പോൾ അവൻ ഹാലലുയ വല കഴുകുന്നതാ കണ്ടേ. ഹാലേലുയ. നോക്കൂ, ഇന്നത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയോടെയാണ് അവൻ വല കഴുകുന്നത്. ഹാലലുയ. നമ്മുടെ നിരാശകൾ അറിയുന്ന അപ്പൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന അപ്പൻ. ഹാലലുയ. നോക്കൂ, അപ്പൻ പറഞ്ഞു, നീ ഒന്ന് ഹാലലുയ പടകൊന്ന് ഇച്ചിരി ഒന്ന് നീക്ക്. ഹാലലുയ. ഒന്ന് അല്പം ഹല്ലേലൂയ വെള്ളത്തിലേക്കൊന്ന് ഇറക്ക്. ഹാലലുയ. ആ പറഞ്ഞ വാക്കിന് ഹാലലുയ ക്ഷീണിതനായിട്ടും യേശുപ്പൻ പറഞ്ഞ വാക്കിന് ഹാലലുയ അവൻ ഹല്ലേലൂയ പടക് അല്പം മുന്നോട്ട് നീക്കി. പ്രിയ മക്കളെ, നാമും കർത്താപ്പച്ചൻ പറയുന്ന വാക്ക് അതേപോലെ അനുസരിക്കുവാണെങ്കിൽ, നമ്മൾ ചോദ്യം ചെയ്യാതെ കാര്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാണെങ്കിൽ അവിടുന്ന് അത്ഭുത പ്രവൃത്തി തന്നെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കൂ, യേശുപ്പൻ പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് പറഞ്ഞ? ഹല്ലേലൂയ അല്പം നീക്കി ഹല്ലേലൂയ കഴിഞ്ഞതിന് ശേഷം യേശുപ്പൻ പുരുഷാരത്തോട് ഹല്ലേലൂയ ഉപദേശിക്കുകയാണ്. വചനങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തർക്കും വേണ്ടുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള നല്ലൊരു മനസ്സ് ഹല്ലേലൂയ ശീമോൻ പത്രോസിനും ഉണ്ടായിരുന്നു. പ്രിയ മക്കളെ, നാം ആണെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ചെയ്യുമോ? ഇത്രയും സമയം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ വീട്ടിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഭാര്യ എന്തു പറയും, അല്ലെങ്കിൽ മക്കൾ എന്തു പറയും, മറ്റുള്ളവർ എന്തൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ ഇരിക്കുമ്പോൾ ഇവൻ ഹല്ലേലൂയ പറഞ്ഞ വാക്ക് കേട്ട് അതേപോലെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ശീമോനോട് പറയുക, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ. ഹല്ലേലൂയ. നാം ഒരു ആഴത്തിലേക്ക് ഇറങ്ങണം പ്രിയ മക്കളെ. അവിടെയാ
അപ്പോഴാണ് ദൈവപ്രവൃത്തി കാണുവാനിടയാകുന്നത്. നോക്കൂ, നാളുകളായിട്ട് ഈ ആഴമൊക്കെ മനസ്സിലാക്കി എവിടെയൊക്കെ മീനൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിരുന്ന പത്രോസിനെ വീണ്ടും യേശുപ്പൻ പറയാ, നീ ആഴത്തിലേക്ക് ഇവിടേക്ക് തന്നെ ഒന്ന് വല ഇറക്ക്. ഹല്ലേലൂയ. നോക്കൂ, അന്നേരം ആ ശിമോൻ പത്രോസ് പറയാ, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടു ഒന്നും കിട്ടിയില്ല, എങ്കിലും ഹല്ലേലൂയ അപ്പൻ പറഞ്ഞ വാക്കിന് ഞാൻ വല ഇറക്കാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഉദ്ദേശങ്ങളെ നമ്മുടെ വിചാരങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് യേശുപ്പന്റെ ഉദ്ദേശത്തിന് വിചാരത്തിന് നമ്മൾ ഹല്ലേലൂയ ഒന്ന് വാക്കിന് ഹല്ലേലൂയ ഒന്ന് നമ്മളൊന്ന് അനുസരിക്കുകയാണെങ്കിൽ അവിടെ നോക്കൂ, കാണാൻ കഴിയുന്ന നോക്ക്, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടകപ്പെട്ട് വല കീറാറായി. ഹല്ലേലൂയ. പെരുത്ത മീൻകൂട്ടം, അതുവരെ കിട്ടാത്തത്, നാളുകളായിട്ട് ഇവൻ വല വീശിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുപോലൊരു അനുഭവം. പ്രിയ മക്കളെ, നമുക്കും യേശുപ്പനെ അറിഞ്ഞിട്ടാണ് നമ്മളും ഇത്രത്തോളം കർത്താവിനെ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാ ഈ നന്മകൾ ഇത്രയും അനുഭവിപ്പാൻ ഇടയാക്കിയതെന്ന് നമുക്ക് പറയാൻ ഇടയായി തീരണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അപ്പനെ അറിയുന്ന ഒരു മക്കളെയും അപ്പൻ കൈവിടുകയില്ല. ഹല്ലേലൂയ. വേണ്ടുന്നിടത്തോളം കൊടുക്കുവാൻ നമ്മുടെ അപ്പൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുക്കത്തോടിരിക്കുക. നമ്മൾ ആ വാക്കിനൊന്ന് വല ഇറക്കണം, യേശുപ്പന്റെ വാക്കൊന്ന് അനുസരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, പെരുത്ത മീൻകൂട്ടം, വല കീറാറായി. ഹല്ലേലൂയ. മുന്നോട്ട് വലിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ ഭാരത്തോട് ഹല്ലേലൂയ അവൻ വല കീറാറാത്തക്കവണ്ണം അവന് വലയിലെ മീൻ കിട്ടുക. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ അവൻ എന്താ ചെയ്തത്. ഹല്ലേലൂയ. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുപ്പന്റെ വചനം കേട്ട് അനുസരിച്ചിറങ്ങിയവർ ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുവാനല്ല, മറ്റുള്ളവരിലേക്ക് യേശുപ്പനെ കുറിച്ച് പറയുവാൻ നമ്മളെ ഇടയായി തീരണം. യേശു എന്നെ വിടുവിച്ചു, എൻ്റെ രോഗത്തിന് സൗഖ്യം തന്നത് യേശുപ്പനാണ്, എൻ്റെ കുടുംബത്തിന് സ്ഥിതി മാറ്റി തന്നത്, എൻ്റെ കുടുംബത്തിൽ സമാധാനം തന്നത് എൻ്റെ യേശുവാണെന്ന് പറയുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, മറ്റുള്ള പടകിലുള്ളവരെ സഹായിപ്പാൻ മാടി വിളിക്കുന്ന ശിമോൻ പത്രോസിനെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ഹല്ലേലൂയ. നിറച്ചു തരുന്ന അപ്പൻ. ഹല്ലേലൂയ. നോക്കൂ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഹല്ലേലൂയ ആ ശൂന്യതകളെ മാറ്റി നിറവിന്റെ അനുഭവത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മെ നിറയ്ക്കുന്ന അപ്പനാ നമ്മോട് കൂടെയുള്ളത്. ഈ ദിവസത്തിൽ വിശ്വാസത്തോടെ അപ്പന്റെ വാക്കിന് വല ഇറക്കുകയാണെങ്കിൽ, അപ്പൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നോക്കൂ, താഴോട്ടുള്ള വാക്കുകൾ വാക്യങ്ങൾ നമ്മളൊക്കെ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും, യേശുവിനെ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നന്മകൾ കിട്ടിയിട്ട് നമ്മളെ മാറിപ്പോകുന്നവരായിട്ടല്ല, ഇത് എനിക്ക് കിട്ടിയത് എൻ്റെ യേശു മൂലമാണെന്ന് നമ്മൾ പറയുവാൻ ഇടയായി തീരണം. കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കണം. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് അനുസരിച്ച് ഹല്ലേലൂയ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ദൈവിക വിടുതൽ ഹല്ലേലൂയ കാണുവാനിടയായി തീരും. യേശുവിൽ വിശ്വസിക്കണം. പ്രിയ മക്കളെ, നോക്കൂ, 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. നോക്കൂ, ഹല്ലേലൂയ. അവൻ പാപിയാണെന്ന് അവൻ ഏറ്റുപറയുക. യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ അവന്റെ കുറവുകൾ തന്നെ അവൻ ഏറ്റുപറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ കുറവുകൾ വശങ്ങൾ കണ്ടുപിടിച്ച് യേശുവിന്റെ സന്നിധി നമ്മളെ ഹല്ലേലൂയ സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ. ഹല്ലേലൂയ. നിങ്ങളുടെ പാവങ്ങൾ കടും ചുവപ്പായിരുന്നാലും അതിനെ ഹല്ലേലൂയ വെളുപ്പിച്ചു തരുന്ന അപ്പൻ. ഹല്ലേലൂയ. അതിനെ ഇല്ലായ്മ ചെയ്തു തരുന്ന അപ്പൻ, അത് മാറ്റി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ അപ്പനാണ് നമ്മോട് കൂടെയുള്ളത്. നമ്മൾക്ക് കർത്താവിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. യേശുപ്പന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ. യേശുപ്പൻ പിന്നീട് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. യേശുപ്പനെ അറിയുന്ന മക്കളെ ഹല്ലേലൂയ വീണ്ടും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെയും അതിനിടയാക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കണമേ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ശൂന്യതകളെ മാറ്റിക്കൊടുത്ത് ഹല്ലേലൂയ ദൈവം
ദൈവം അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെല്ലാം സഹായിക്കണമേ. കർത്താപ്പച്ചനോട് കൂടുതൽ പറ്റിച്ചേർന്നിരിക്കുവാനുള്ള ദൈവകൃപ എല്ലാവരുടെ മേലും പകരണമേ അപ്പ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താപ്പച്ചൻ ഓരോ മക്കളെയും ഹല്ലേലൂയ അനുഗ്രഹിക്കണം, കൃപയിൽ ഹല്ലേലൂയ നിറയ്ക്കണമേ അപ്പ. ഹല്ലേലൂയ ശൂന്യതകളെ മാറ്റി കൊടുക്കണം, കുറവുകളെ കണ്ട് ഹല്ലേലൂയ മനസ്സിലാക്കിയപ്പ അവർക്ക് വേണ്ടുന്നിടത്തോളം കൊടുക്കുവാൻ അപ്പൻ ശക്തനാകിയാൽ സ്തോത്രം. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ യേശു അപ്പൻ അങ്ങനെ അനുസരിച്ച് ഹല്ലേലൂയ എല്ലാ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.